ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 എംബ്രേസിങ് എംപതി എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ലെസൺ ആയിട്ടുള്ള ദ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്ന പോം ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പോം കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ ദ ഫോളോയിങ് questions. Okay, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് അബൌട്ട്? നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സോങ് എന്തിനെ കുറിച്ചിട്ടാണെന്നാണ് കൂട്ടുകാർ വിചാരിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? ദ സോങ് ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഫറിങ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഫോർ സംവൺ ഹൂ ഈസ് ഇൻ ടഫ് ടൈംസ്. അപ്പോൾ എന്താണ് ഈ പോം എന്ന് പറയുന്നത്? മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ടഫ് ടൈംസിൽ അവരെ സഹായിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ഒരു പോമാണിത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു തിങ്ക് ദ സിംഗർ മീൻസ് ബൈ ബീങ് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ? വാട്ട് ഡു യു തിങ്ക്? അപ്പോൾ എന്താണ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്നതിലൂടെ സിംഗർ എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ദ സിംഗർ മീൻസ് ദേ വിൽ ബി ദർ ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സംവൺ വെൻ ദേ ആർ going through difficult times. അപ്പോൾ എന്താണ് സിംഗർ ആരെങ്കിലും ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് എ ബ്രിഡ്ജ് ഹെൽപ്പ് പീപ്പിൾ ടു ക്രോസ് ട്രബിൾഡ് വാട്ടർ. എന്താണ്? ഒരു വെള്ളത്തിൻ്റെ മേലെ കൂടെ ഒരു പാലമുള്ളത് പോലെ, അപ്പുറത്തേക്ക് എത്താൻ നമ്മളെ പാലം സഹായിക്കുന്നത് പോലെ ഈ സിംഗർ എന്ത് ചെയ്യും എന്ന് പറയുന്നത്? ബാക്കിയുള്ളവർ ടഫ് ടൈംസിലും അതുപോലെ ഡിഫിക്കൽട്ട് ടൈംസിലും അവരെ സഹായിക്കാനായിട്ട് ഒരു പാലം പോലെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, how does the singer describe one's role when someone is feeling down? അപ്പോൾ ഒരാൾ ഇങ്ങനെ വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ മറ്റേ ആൾ എന്ത് റോളാണ് വഹിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പോയിറ്റ് പറയുന്നത്. The singer describes one role as a supportive friend who will stay by their side, give comfort, help and make them feeling better when someone feeling down. അപ്പോൾ ഒരാൾ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പോയിറ്റ് പറയുന്നത്? ഒരു സപ്പോർട്ടീവ് ഫ്രണ്ടായിട്ട് നിൽക്കണം. അവരുടെ സൈഡിൽ നിന്നിട്ട് അവരെ കംഫർട്ട് ചെയ്യണം, പറ്റുന്ന പോലെ സഹായിക്കണം, അതുപോലെ അവർക്ക് ബെറ്ററായ ഒരു ഫീലിംഗ് അവരിൽ കൊണ്ടുവരാനായിട്ട് നോക്കണം. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് വിൽ ഈസ് യുവർ മൈൻഡ്? പോയറ്റിൻ്റെ ഇതിൽ എന്താണ് നിങ്ങളെ ഈസി ചെയ്യുക? പോയറ്റിൻ്റെ വ്യൂവിൽ നിങ്ങളെ എന്താണ് ഈസി ചെയ്യുക? ഈസ് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. The poet says that having a true friend who is always there to help and support you will ease your mind. അപ്പോൾ പോയിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുമായിട്ട് നിങ്ങളുടെ കൂടെ ഒരു ട്രൂ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഈസി ചെയ്യുക, ആശ്വസിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്രൂ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും? നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ട് പോയാൽ നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഈസി ചെയ്യാനും ഒക്കെ നമുക്ക് ഇങ്ങനെയൊരു ട്രൂ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമുക്ക് ഇതിലെ ബാക്കി ആക്ടിവിറ്റീസ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി 1, കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ ഈ സോങ് എന്ത് ചെയ്യാൻ? ആക്ട് ചെയ്യാൻ, കൊറിയോഗ്രാഫി ചെയ്യാനാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതെന്താണ് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. കൺസിഡർ ദ ഫോളോയിങ് പോയിൻറ്റ്സ് വൈൽ കൊറിയോഗ്രാഫിങ്. അപ്പോൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ഡിസ്കസ് ദ തീം, സെറ്റ് ദ സീൻ, പ്ലാൻ കോസ്റ്റ്യൂംസ്, സ്റ്റേജ് സെറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇതൊക്കെ കൂട്ടുകാരുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്നിട്ട്
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. ഓക്കെ, അപ്പോൾ അടുത്ത ആക്ടിവിറ്റി 2 ആണ്. പിക്ക് ഔട്ട് ദ ഫീൽ ഗുഡ് ആൻഡ് ഫീൽ ബാഡ് സിറ്റുവേഷൻ ഫ്രം ദ സോങ് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൻ കോളംസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോമിൽ ഫീൽ ഗുഡ് മൊമെൻറ്റും അതുപോലെ ഫീൽ ബാഡ് മൊമെൻറ്റ്സും എഴുതാനാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ വിൽ കംഫർട്ട് യു എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് മൊമെൻ്റ് ആണ്. ഇനി എന്താണ് ഒരു ഫീൽ ബാഡ് മൊമെൻ്റ്? എന്താണ്? ഫീലിംഗ് സ്മോൾ, നമ്മൾ ചെറുതായിട്ട് കാണുക. അപ്പോൾ അതൊരു ഫീൽ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഫീൽ ഗുഡിൻ്റെ താഴെ എന്തൊക്കെ എഴുതാം? ഐ വിൽ ഡ്രൈ ദം ഓൾ, ഐ ആം ഓൺ യുവർ സൈഡ്, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഐ വിൽ ഈസ് യുവർ മൈൻഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിൽ എഴുതാൻ പറ്റും? ഫീൽ ഗുഡിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഫീൽ ബാഡിൽ എഴുതുമ്പോൾ വെൻ ദർ ആർ ടിയേഴ്സ് ഇൻ യുവർ ഐസ്, വെൻ ടൈംസ് ഗെറ്റ് ടഫ്, വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, വെൻ ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫീൽ ബാഡ് സിറ്റുവേഷനിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 3. ഓക്കെ, ആക്ടിവിറ്റി 3, റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ അഗെയിൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ ഒന്നും കൂടെ നമുക്ക് വായിച്ച് നോക്കാം. വെൻ യു ആർ വെരി ഫീലിംഗ് സ്മോൾ, വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, ഐ വിൽ ഡ്രൈ ദം ഓൾ, ഐ ആം ഓൺ യുവർ സൈഡ്, ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ് ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. അപ്പോൾ ഇതിൽ ഒരു ലൈൻ മാത്രം എന്താണ്? ഇറ്റാലിക്സിൽ, ആ ലൈൻ ഫുള്ളില്ല, അതിൽ വേർഡ്സ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. ദർ എക്സാമ്പിൾസ് ഓഫ് എലിറ്ററേഷൻ. അപ്പോൾ അവയാണ് നമ്മുടെ എലിറ്ററേഷൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്, ഫ്രണ്ട്സ് ഫൗണ്ട്, ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ആ ലൈനെയാണ് നമ്മൾ എലിറ്ററേഷൻ എന്ന് പറയുക. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എലിറ്ററേഷൻ എന്ന് പറയുക. ഫൈൻഡ് ഔട്ട് മോർ സച്ച് എക്സാമ്പിൾസ് ഫ്രം ദ സോങ് ആൻഡ് റൈറ്റ് ദം ഹിയർ. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതുപോലെ ഉള്ള എലിറ്ററേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ ഫോമിൽ എടുത്തെഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം വെൻ യു ആർ വിയറി, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വെൻ യു ആർ വിയറി, വെൻ വിയറി ദ ഇനി അടുത്തത് നമുക്ക് സെയിൽ ഓൺ സിൽവർ ഗേൾ എന്ന് എഴുതാം. അപ്പോൾ അതിൽ സെയിൽ സിൽവർ, അപ്പോൾ ഇതെന്താണ്? എലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി. Then activity 4 ആണ്. Pick out example of refrain from the song Bridge Troubled Water and write them below. അപ്പോൾ എന്താണ് റീഫ്രെയിൻസ് എഴുതാനാണ്. റീഫ്രെയിൻ എന്ന് പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻ എഴുതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗണും, അതുപോലെ തന്നെ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡും. ഈ രണ്ട് ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ഓക്കെ, ആക്ടിവിറ്റി 5, റീഡ് ദ ഫോളോയിങ് ലൈൻസ് അഗെയിൻ. നമുക്ക് ഒന്നും കൂടെ ഈ ലൈൻസ് ഒന്ന് വായിച്ച് നോക്കാം. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, വെൻ യു ആർ ഓൺ സ്ട്രീറ്റ്, വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, ഐ വിൽ കംഫർട്ട് യു, ഐ വിൽ take your part, oh when darkness comes and pain is all around. Okay, ഇനി എന്താണ്? We often help needy people. Recall such instances from your life and share your experiences. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആവശ്യക്കാരനെ എപ്പോഴും സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂട്ടുകാരുടെ ലൈഫിലുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്ന് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ, ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരുപാട് ആവശ്യക്കാരെ സഹായിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ചെയ്തിട്ടുള്ള, ആരിനെയും സഹായിച്ചിട്ടുള്ള ആ ഇൻസ്റ്റൻസ് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.